ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് കരാമൽ സേമിയ പായസം. അപ്പോൾ ഇതിൽ വേണ്ടത് 1 കപ്പ് വറുക്കാത്ത സേമിയാണ്. ഇത് വറുക്കാത്ത സേമിയ. പിന്നെ 1 കപ്പ്, ഈ കപ്പെന്ന് ഉദ്ദേശിക്കുന്നത് 250 ml കപ്പാണ്. 1 കപ്പ് പഞ്ചസാര, അത് പകുതി കരാമല ഉണ്ടാക്കാനും ബാക്കി നേരിട്ട് പായസത്തിൽ ഒഴിക്കാനുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 8-9 ഏലക്ക ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കും. അത് പൊടിക്കാനുള്ള എളുപ്പത്തിനാണ് ഈ പഞ്ചസാര ചേർത്ത് പൊടിക്കുന്നത്. പിന്നെ മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. പിന്നെ മിൽക്ക് മെയ്ഡ്, ഇത് 100 ml മിൽക്ക് മെയ്ഡാണ് നമ്മളിതിൽ ഒഴിക്കാൻ പോകുന്നത്. പക്ഷേ ഇത് മിൽക്ക് മെയ്ഡിന് പകരം അമൂലിൻ്റെ ഇതാണ് മേടിച്ചിരിക്കുന്നത്, മിൽക്ക് മെയ്ഡ് അല്ല കിട്ടിയിരിക്കുന്നത്. പിന്നെ ഒരു 3 കവർ മിൽമ പാൽ, അപ്പോൾ 1.5 ലിറ്റർ. അപ്പോൾ ഇത്രയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ഉരുളി അടുപ്പത്ത് വെക്കുക, അതിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതുപോലെ തന്നെ പാല്, ഇപ്പം 3 കവർ പാല്, 3 കവർ പാല്, ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് തിളപ്പിക്കാൻ പറ്റും. ഇതാണ് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഈ നെയ്യ് ചൂടായി കഴിഞ്ഞിട്ട്, അപ്പോൾ ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പിട്ടിരിക്കുക. എല്ലാം ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇടുക, അല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് കരിയുന്ന സാധനങ്ങൾ. അപ്പോൾ അണ്ടിപ്പരിപ്പൊരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് ഉണക്കമുന്തിരിങ്ങ ഇടുക, അതും വറുക്കുക. അപ്പം നമ്മൾ എൻ്റെ പേഴ്സണൽ യൂസിനാണ് ഞാൻ ഈ ഉണക്കമുന്തിരിങ്ങ ഇടത്തില്ല, കാര്യം അതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര വലിയ. പക്ഷേ ഇത് നമ്മൾ യൂട്യൂബിൽ കാണിക്കാനായതുകൊണ്ട് അതിൻ്റെ വഴിയാമണ്ണം ഉണക്കമുന്തിരിങ്ങ കൂടെ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റിക്കഴിഞ്ഞിട്ട് ആ നെയ്യിൽ തന്നെയാണ് നമ്മൾ സേമിയ ഇട്ട് വറുക്കുന്നത്. അപ്പോൾ അത് വറുത്ത് മാറ്റി ഇനി നമ്മൾ സേമിയ ഇടും. ഇതൊരു 1 കപ്പ് സേമിയാണ്. അപ്പോൾ അതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകും വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ സേമിയയുടെ കളറ് ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പോൾ ഇത് കോരി മാറ്റാം. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇനി ഇതിലോട്ട് പഞ്ചസാര ഇടുക. അപ്പൊ നമ്മൾ പഞ്ചസാര മൊത്തം 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1/2 കപ്പ് ഈ ഉരുളിയിലോട്ട് ഇടുക, കരാമൽ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ പഞ്ചസാര ഈ ഉരുളിയിൽ ഇട്ടിരിക്കുകയാണ്. ഉരുളിയിൽ ഇട്ടിട്ട് തീ ഒരു ലോ ഫ്ലെയിമിൽ കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇത് ഉരുകും. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഉരുകി തുടങ്ങിയിട്ടുണ്ട്. അത് നല്ലപോലെ ഉരുകട്ടെ. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളമൊന്നും ഒഴിക്കണ്ടേ, ഇത് തന്നെ അങ്ങ് ഉരുകുന്ന സംഭവമാണ്. അപ്പോൾ നമ്മുടെ കരാമൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കുക. അപ്പോൾ ഇത് 100 ഗ്രാമിൻ്റെ ടിന്നാണ്, അതാണ് നമ്മളിപ്പോൾ ഇതിൽ ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് പാല് ഒഴിക്കുക. തിളച്ചുകൊണ്ടിരിക്കുന്ന പാലാണ്. ഇനി ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന പഞ്ചസാരയും ഒഴിക്കും. ബാക്കി പഞ്ചസാര ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇടുക. നമ്മുടെ
സേമിയ ഏതാണ്ടൊക്കെ റെഡിയായി വരുന്നു. ഇതിലാകെ ആഡ് ചെയ്യാനുള്ളത് ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നതും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിങ്ങയും. പിന്നെ നമുക്ക് ഇതിന്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. നമ്മളെ ഇതുണ്ടല്ലേ ഏലക്ക പൊടിച്ചു വെച്ചിരിക്കുന്നത്. ഇനി മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും വറുത്ത് വെച്ചിരിക്കുന്നു, അതും കൂടെ ഇട്ട്. ഇച്ചിരി മധുരം നോക്കാനായിട്ട് ഇച്ചിരി എടുത്ത് കളയാം. മധുരം കറക്റ്റാണ്. അപ്പോൾ തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ തീ ഓഫ് ചെയ്താലും കുറേ നേരം കൂടെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ പാട ചൂടും. തീ ഓഫ് ചെയ്ത് പിന്നെ നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. കരാമൽ സേമിയ റെഡിയായി. അപ്പൊ ഈ റെസിപ്പി അനുസരിച്ച് നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.